കോട കൊണ്ട് തന്നെ ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. ഹായ് ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് കോഴിക്കോടിൻ്റെ സ്വർഗം എന്നറിയപ്പെടുന്ന കക്കാടംപൊയിലേക്കാണ്. പോകുന്ന റൂട്ടൊക്കെ ആകെ കാർമേഘം മൂടി കിടക്കുന്നുണ്ട്. മഴ ഏത് നിമിഷം പെയ്യും എന്നുള്ള രീതിയിലാണ്. പറഞ്ഞു തീർന്നില്ല, അപ്പോൾ അത് മഴ പെയ്തു. മഴ ചെയ്താൽ പിന്നെ കക്കാടംപൊയ വേറെ വൈബാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിന് മഴയൊക്കെ പോയി. പിന്നെ പയ്യെ കോട ഇറങ്ങാൻ തുടങ്ങി. കക്കാടംപൊയിൽ പോവുകയാണെങ്കിൽ മസ്റ്റായിട്ട് വാച്ച് ചെയ്യുന്ന സ്ഥലമാണ് കോഴിപ്പാറ വാട്ടർഫോൾസ്. അവിടെ 40 രൂപയാണ് ഒരാൾക്കുള്ള ടിക്കറ്റ് ചാർജ് വരുന്നത്. മഴക്കാലത്ത് ഇങ്ങോട്ട് വന്നാൽ വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ള പെർമിഷൻ ഉണ്ടാവില്ല. അവിടെ സെക്യൂരിറ്റി ഗാർഡ് ഉണ്ടാവും. പിന്നെ അതേപോലെ അവിടെ കൈവരിയൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. ഞങ്ങൾ പോയത് സാറ്റർഡേ ആയിരുന്നു കേട്ടോ. അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു. ഇവിടെ ഒന്ന് ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര നല്ല രസമാണ്. ബാക്ക്ഗ്രൗണ്ട് എല്ലാം ആ കോട മൂടിയ ഗ്രീനറി ആയിരിക്കും. ഇവിടെ നിന്നുള്ള കുറച്ച് കാഴ്ചകൾ കണ്ടാലോ. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ പോയത് കുരിശുമല കയറാനാണ്. മേലേക്ക് കുറച്ച് ദൂരം നടന്നപ്പോൾ ഞങ്ങൾ മനസ്സിലായി ദൂരം നടക്ക് പോകില്ലാന്ന്. വീണ്ടും താഴേക്ക് തന്നെ ഇറങ്ങി. അവിടെ നമുക്ക് ജീപ്പിന് പോകാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. ജീപ്പിന് അവർ ചാർജ് ചെയ്യുന്നത് 1000 രൂപയാണ്. ഞങ്ങൾ നിന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 4 കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട്. അതും ഹെവി ഓഫ് റോഡ്. മേലേക്ക് എത്തുന്തോറും വിസിബിലിറ്റി വളരെ കുറഞ്ഞു വരുന്നുണ്ട്. കോട പയ്യെ ഇറങ്ങി വരുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മേലെ എത്തിയപ്പോഴേക്കും വിസിബിലിറ്റി എന്ന് പറഞ്ഞ സംഭവമില്ല. ട്രെക്കിംഗ് കഴിഞ്ഞൊരു 10 മിനിറ്റ് നടന്നാൽ നമ്മൾ കുരിശുമലയിലെത്തും. ആ ഒരു കാര്യം പറയാൻ മറന്നു. ഈ ട്രെക്കിങ്ങിൻ്റെ ചാർജ് എന്ന് പറഞ്ഞാൽ 1000 നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ഇൻക്ലൂഡഡ് ആട്ടോ. കുരിശുമലയാണ് ആകെ ഫോഗി. നടന്ന് കുഴങ്ങി. സോയ് കയറി. ഓ, കോട കൊണ്ട് തന്നെ ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. മേലെ എത്തിയപ്പോൾ ഫുൾ കോട. പിന്നെ അവിടുന്ന് കുറച്ച് റീൽസും ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ അടുത്ത വീഡിയോസുമായി കാണാം ഗൈസ്. ബൈ.